ട്രെൻഡിങ് ആയിട്ടുള്ള എന്ത് കണ്ടാലും അതുണ്ടാക്കി നോക്കാണ്ട് നമുക്ക് സമാധാനമാവില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ജാപ്പാനീസ് യോഗട്ട് ചീസ് കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഗ്രീക്ക് യോഗട്ടും ബിസ്കോഫാണ് കേട്ടോ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ നമുക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/4 കപ്പ് ചൂടുവെള്ളത്തിലോട്ട് 1 ടീസ്പൂൺ കോഫി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ 1 കപ്പോളം ഗ്രീക്ക് യോഗട്ട് എടുക്കുക. കൂടുതൽ പുളിയുള്ളത് എടുക്കാതിരിക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കോഫി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഹണിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് എൻ്റെതായ രീതിയിൽ ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഇതിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ജസ്റ്റ് യോഗട്ടും ബിസ്കോഫും മാത്രമാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്തായാലും കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ബിസ്ക്കറ്റ് എടുക്കുമ്പം എന്തായാലും ഈ ഒരു ബിസ്കോഫിൻ്റെ ബിസ്ക്കറ്റ് തന്നെ എടുക്കുക. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കോഫീൻ്റെ മിക്സിലോട്ട് ഓരോ ബിസ്ക്കറ്റായിട്ട് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഈ ഒരു യോഗട്ടിൻ്റെ മിക്സിലോട്ട് വെച്ച് കൊടുക്കുക. എല്ലാ ബിസ്ക്കറ്റും നിങ്ങൾ ഏത് പാത്രത്തിലാണോ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ഒക്കെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാട്ടോ. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത്. പെട്ടെന്ന് എല്ലാവർക്കും റെഡിയാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. കാരണം ഈ ഒരു യോഗട്ടിലേക്ക് നമ്മൾ മറ്റുള്ള സ്ട്രോബെറിൻ്റെ ക്രഷോ അങ്ങനെയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അതും നല്ല ടേസ്റ്റ് ആകും കേട്ടോ. ഞാൻ കുറച്ച് കൊക്കോ പൗഡറും കൂടി മേലെ ഡസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഒരു 7 മണിക്കൂറെങ്കിലും തണുപ്പിച്ചിട്ട് വേണം ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ വലിയ പ്രതീക്ഷയോട് കൂടി ചെയ്തതൊന്നുമല്ല, പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പം ഒരു മോശമില്ലാത്ത നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. കാരണം ആ ഒരു ചെറിയൊരു പുളിപ്പൊക്കെ ആയിട്ട് ആ ഒരു ചീസ് കേക്കിൻ്റെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. താങ്ക് യു.